മൊബൈൽ തോട്ടിക്കൊണ്ടിരുന്നതാ. എല്ലാരും ഞങ്ങൾ വെക്കാറുമ്പോ ഇങ്ങോട്ട് വന്നാണ്. എന്നാ ഒരു കൈപ്പിടി സഹായത്തിന് ഒരുത്തനെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. കൈപ്പിടിയോ? ആ എന്താടാ? ഓ എല്ലാത്തിനും ദ്വയാർത്ഥം കണ്ടെത്തണം കേട്ടാ. ഓ എന്റെ അമ്മയുടെ കൈപ്പുണ്യമാണ്. അജേട്ടാ ഒന്ന് കാണിച്ചേ. ഞാൻ അത്രക്കാരനല്ല. ഈയടാ ഇയാളുടെ ഒരു വളിച്ച കോമഡി. ആ കറി ഒത്തിരി തരാനാ പറഞ്ഞേ. എന്തൊരു ചൂടാ. അല്ല ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്നലെ കോർണിഷിൽ ഒരു മതമായിട്ട് കറങ്ങി നടക്കണം വരാൻ പണി പറയുന്നേ. എന്തൊന്ന് പറയാൻ നയനസുഖം കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുമ്പോ ഒരു പ്രത്യേക സുഖമാണ്. പറയുന്നേ എന്താ സംഭവം? ഒന്നുമില്ലടാ. ഞാൻ ചുമ്മാ നടക്കുമ്പോ ഒരു പെണ്ണുമ്പിള് ഒരു പയ്യനോട് ഒന്ന് ഭയങ്കര സംസാരം. എന്നിട്ടോ? ഒരു രക്ഷയില്ല. പയലാൾക്കാർ നിങ്ങളെ പ്രശ്നം സോൾവ് ആയി? പ്രശ്നം സോൾവ് ആയാന്ന് ചോദിച്ചാ ഞാൻ അടുത്ത കടയിൽ നിന്ന് ഒരു മുട്ട മേടിക്കും. അത് നല്ല പുഴുകിയ നല്ല ചൂടുള്ള മുട്ട. ആദ്യം പൊളിച്ചങ്ങ് വാരിട്ട് ഞാൻ ഒറ്റ സംസാരം. അപ്പോഴോ അവർക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലാക്കി ആ ചെറുക്കനങ്ങ് പോയി. എന്നിട്ട് എന്നിട്ടെന്താ ആ പെണ്ണുമ്പളേക്ക് ആ കോർണിഷ് ഒന്നും അറിയില്ല. ഞാൻ ചുമ്മാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചു വെറുതെ നിങ്ങൾ പറഞ്ഞു കാണിച്ചു. അതെല്ലാം പിന്നെ സമയത്ത് അയ്യോ തുറക്കോ ഡ്യൂട്ടിക്ക് സമയല്ലേ തുറക്കുന്നേ. ഇയാൾ കുടിക്കന്നെയാണോ? മൊബൈലിന്റെ സൗണ്ട് ഒന്ന് കുറയ്ക്കുന്നേ. പുറത്തല്ല കേൾക്കാന്നേ. എന്തിനു ചൂടാണോ വെള്ളത്തിന്? ഓ ചൂടാവും. മൊബൈൽ കൊണ്ടല്ലേ കുളിക്കാൻ പോകുന്നത്, അപ്പൊ പിന്നെ ചൂടാവും. നിഖിലേ, ഈ നാട്ടിൽ ലീവിന് പോകുമ്പോഴേ ഒരു കുട്ടിത്തോർത്ത് ഉടുത്തോണ്ട് ആ മുറ്റത്ത് തുടങ്ങി അങ്ങനോട്ട് വീണ്ടും നടക്കണം. അപ്പൊ വീട്ടുകാർക്ക് മനസ്സിലാവും നിന്നെ പെണ്ണ് കെട്ടിക്കാൻ സമയമായി കേട്ടാ. കുട്ടിത്തോർത്ത്